ഓക്കെ, എല്ലാവർക്കും MSMന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് എലിപ്സിന്റെ മെത്തേഡ് ഓഫ് ഡ്രോയിങ്ങുകളാണ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ഒരു ചോദ്യം ചോദിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ആൻ എലിപ്സ് ബൈ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. മെത്തേഡാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ആ മെത്തേഡിലാണ് നമുക്ക് എലിപ്സ് വരയ്ക്കാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗിവൻ ദ മേജർ ആക്സിസ് ഈസ് 100 mm ആൻഡ് മൈനർ ആക്സിസ് ഈസ് 60 mm. അപ്പോൾ മേജർ ആക്സിസ് 100 mm മൈനർ ആക്സിസ് 60 mm ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. എലിപ്സിന്റെ ഈ ആക്സിസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മേജർ ആക്സിസ് എന്ന് പറയുന്നതും ഈ ഒരു ആക്സിസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. മേജർ ആക്സിസ് 100 mm മൈനർ ആക്സിസ് 60 mm ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ടത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സർക്കിളുകൾ ഉണ്ടാവും. രണ്ട് സർക്കിളുകളുടെയും സെന്റർ കോമൺ സെന്റർ ആയിരിക്കുള്ളൂ. അങ്ങനെയുള്ള മെത്തേഡാണ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 100 mm 60 mm രണ്ട് സർക്കിളുകളുടെ ഡയാമീറ്ററുകളായിട്ട് പരിഗണിക്കുക. ഈ മെത്തേഡിൽ എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മളൊരു സെൻട്രൽ ലൈൻ ഇതേപോലെ വരയ്ക്കുക. ഇതേപോലൊരു സെൻട്രൽ ലൈൻ വരയ്ക്കുക. സെൻട്രൽ ലൈൻ വരയ്ക്കുന്ന നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ ലൈൻ ഇതേപോലെ വരയ്ക്കും. അപ്പൊ ഒന്നാമത് വരയ്ക്കുന്ന സർക്കിളിന്റെ ഡയാമീറ്റർ 100 mm ഒന്നാമത് വരയ്ക്കുന്ന സർക്കിളിന്റെ ഡയാമീറ്റർ നമ്മൾ എത്ര mm ആണ്? 100 mm. അപ്പൊ റേഡിയസ് നമ്മൾ 50 mm റേഡിയസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ വരയ്ക്കുന്ന കാര്യത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ എല്ലാ കാര്യങ്ങളും തിന്നായിട്ട് നമ്മൾ വരയ്ക്കുക. നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ഒബ്ജക്റ്റ് എലിപ്സ് ആണ്. എലിപ്സ് മാത്രമേ കണ്ടിന്യൂസ് തിക്കിൽ വരയ്ക്കുള്ളൂ. അപ്പൊ ഈ വരയ്ക്കുന്ന സർക്കിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് തിന്നായിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പൊ ഈ സർക്കിളിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്. അടുത്ത സർക്കിളിന്റെ ഡയാമീറ്റർ 60 mm ആണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട റേഡിയസ് എന്ന് പറയുന്നത് 30 mm റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സർക്കിളും വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ അടുത്ത സർക്കിളും വരച്ചു. ഈ സർക്കിളിന്റെ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഇതിനെ നമുക്ക് ഒരു 12 തുല്യ ഭാഗങ്ങളാക്കണം. ഇതിന് എത്ര തുല്യ ഭാഗങ്ങളാക്കണം? 12 തുല്യ ഭാഗങ്ങളാക്കണം. നമുക്ക് കിട്ടുന്ന വാല്യൂ 30 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ഇതിനെ 30 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്യണം? കട്ട് ചെയ്തിട്ട് 12 തുല്യ ഭാഗങ്ങളാക്കുക. 30 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു, 30 ഡിഗ്രി ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്തു, ഇവിടെയും 30 ഡിഗ്രി മാർക്ക് ചെയ്തു, അടുത്ത 30 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അതിൽ ഇങ്ങനെ ചെയ്യണം എന്നില്ല. എന്ത് ചെയ്താൽ മതി? ഇത് സെന്റർ ആണല്ലോ. സെന്ററിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 30 ഡിഗ്രി നേരെ അടിയിലോട്ട് ഇങ്ങനെ ഇറക്കി വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് സർക്കിളിനെ 12 ഡിവിഷനുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിതിനെ നെയിമിങ് ചെയ്യുക. ആദ്യത്തെ സർക്കിളിന് വേണ്ട 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ 12 ഡിവിഷനുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ പോയിന്റുകൾക്ക് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റിന് നമ്മൾ 1 ഡാഷിന് പേര് കൊടുക്കുക, രണ്ടാമത്തെ 2 ഡാഷിന് കൊടുക്കുക, മൂന്നാമത്തെ പോയിന്റ് 3 ഡാഷിന് കൊടുക്കുക, 4 ഡാഷ് 5 ഡാഷ് 6 ഡാഷ് 7 ഡാഷ് 8 ഡാഷ് 9 ഡാഷ് 10 ഡാഷ് 11 ഡാഷ് 12 ഡാഷ് ഇങ്ങനെ നെയിമിങ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ 39 എന്ന് പറയുന്നതും 12 6 എന്ന് പറയുന്നതും സെന്റർ ലൈനാണ്. നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ലൈനാണ് സെന്റർ ലൈനാണ്, സർക്കിളിന്റെ സെന്റർ ലൈനാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 39 പാരലായിട്ട് 39 എന്ന് പറയുന്ന സെൻട്രൽ ലൈന് പാരലായിട്ട് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന മിനിറ്റ് സ്കെയില് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് 1ഉം 11ഉം പോയിന്റ് നേരെ വരുന്ന പോയിന്റുകളാണ്, പാരലായിട്ട് വരുന്ന പോയിന്റുകളാണ്.
അപ്പോൾ അത് നമ്മൾ നേരെ ഇതേപോലെ നീട്ടി വരയ്ക്കുക. അതേപോലെ തന്നെയാണ് ഈ 1ഉം 10ഉം പാരലായിട്ട് 3, 9 പാരലായിട്ടാണ് എന്ത് വരിക, ഏത് പോയിന്റുകൾ വരിക, 1ഉം 10ഉം പോയിന്റ് വരിക. അതും സ്വല്പം ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് 3, 9 പാരലൽ ആയിട്ടാണ് ഈ 4ഉം 8ഉം എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അതും ഇതേപോലെ തന്നെ നീട്ടി വരയ്ക്കുക. ഇനി അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, 5ഉം 7ഉം ഈ 3, 9 തന്നെ പാരലായിട്ട് വരുന്ന പോയിന്റ് ആണ്. അതും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നീട്ടി വരയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ 12, 6 എന്ന് പറയുന്നത് അടുത്ത സെൻട്രൽ ലൈൻ ആണ്. അതിനെ പാരലായിട്ട് വെക്കുന്ന സമയത്ത് ഈ 2' 4' ഒരു കോമൺ അലൈൻമെന്റിൽ വരുന്ന പോയിന്റ് ആണ്. അപ്പൊ അതും യോജിപ്പിച്ച് ഇതേപോലെ വരയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ 5' 1' ആ പോയിന്റുകൾ ഈ 6, 12 പാരലായിട്ട് വരുന്നതാണ്. അതും ഇതേപോലെ യോജിപ്പിക്കാം. ഇനി അടുത്തത് എന്താണ്, ഇതിന് പാരലൽ ഏത് പോയിന്റുകൾ വരുന്നത്, 11ഉം 11' അതേപോലെ തന്നെ 7' പോയിന്റ് വരുന്നത്. അതും ഇതേപോലെ നേരെ വെച്ചിട്ട് യോജിപ്പിച്ച് വരയ്ക്കുക. അടുത്ത എന്തിനാണ്, ഈ 12, 6 പാരലൽ 8'ഉം 10' എന്ന് പറയുന്ന പോയിന്റും വരുന്നത്. അതും ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുക. ഇനി ഇതൊക്കെ നമ്മുടെ എന്താണ്, ഇപ്പൊ കിട്ടിയിരിക്കുന്നതൊക്കെ പോയിന്റുകളാണ്. ഇതൊക്കെ പോയിന്റുകളാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾക്കെല്ലാം നെയിം ചെയ്യാം. ഇത് പോയിന്റ് 1 ആണ്, ഇത് പോയിന്റ് 2, അടുത്ത പോയിന്റ് 3, ഇത് പോയിന്റ് 4, ഇത് പോയിന്റ് 5, ഇത് പോയിന്റ് 6, പോയിന്റ് 7, ഇത് പോയിന്റ് 8, ഇത് പോയിന്റ് 9, പോയിന്റ് 10, പോയിന്റ് 11, പോയിന്റ് 12. ഈ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റുകളെല്ലാം നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടോ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചേർത്ത് വരയ്ക്കാൻ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, എലിപ്സ് കിട്ടും. ഇതേപോലെ നമ്മൾ ചേർത്ത് വരച്ചാൽ മതി. പോയിന്റ് 1 നിന്ന് പോയിന്റ് 2 കണക്ട് ചെയ്യുക. അടുത്ത പോയിന്റ് 2 പോയിന്റ് 3 ഇതേപോലെ കണക്ട് ചെയ്യുക. 3 4 കണക്ട് ചെയ്യുക. പോയിന്റ് 4 പോയിന്റ് 5 കണക്ട് ചെയ്യുക. പോയിന്റ് 6 കണക്ട് ചെയ്യുക. പോയിന്റ് 7 ഇതേപോലെ കണക്ട് ചെയ്യുക. പോയിന്റ് 8 കണക്ട് ചെയ്യുക. പോയിന്റ് 9 കണക്ട് ചെയ്യുക. ഇതേപോലെ പോയിന്റ് 10 ഇതേപോലെ കണക്ട് ചെയ്യുക. പോയിന്റ് 11 കണക്ട് ചെയ്യുക. പോയിന്റ് 12 കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് 1 കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഷേപ്പ് എലിപ്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിൽ നമ്മൾ വരച്ചിട്ടുള്ള എലിപ്സ് ആണ്. ഫൈനലി നമുക്ക് ചെയ്തിട്ടുള്ള തന്നിട്ടുള്ള ഡയമെൻഷൻ ആണ് 100 mm 60 mm. ഇത് സർക്കിളിന്റെ ഡയാമീറ്ററുകളാണ്. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡയമെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഡയമെൻഷൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് പാരലായിട്ട് നമ്മളിവിടേക്ക് ഇങ്ങനെ വരച്ച് ഇവിടെ ഇത് ഡയാമീറ്റർ 100 ആണ്. രണ്ടാമത്തെ, അപ്പൊ വലിയ സർക്കിളിന്റെ അളവ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്, 100 mm എഴുതിയിട്ടുണ്ട്. ചെറിയ സർക്കിളിന്റെ ഡയാമീറ്റർ അടിയിലും. ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഡയാമീറ്റർ 60. രണ്ട് സർക്കിളുകളുടെയും ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഒരു വട്ടം കൂടി പറയാം. മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറയാം. മെത്തേഡിന്റെ പേര് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡാണ്. ഇവിടെ നമ്മൾ 2 സർക്കിളുകൾ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സർക്കിളിന്റെ ഡയാമീറ്റർ 100 mm, രണ്ടാമത്തെ സർക്കിളിന്റെ ഡയാമീറ്റർ 60 mm ആണ്. ഇതിന്റെ സർക്കിളുകളുടെ സെന്റർ കോമൺ സെന്റർ ആയിരിക്കുള്ളൂ. അങ്ങനെ 2 സർക്കിളുകളും വരച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് 12 തുല്യ ഭാഗങ്ങളാക്കി. അപ്പം 30 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ എത്ര 12 ഡിവിഷനുകൾ എടുക്കേണ്ടത്. ഇനി അതിനൊക്കെ നെയിമിങ് ചെയ്യുക. 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എല്ലാത്തിനും നെയിമിങ് ചെയ്യുക. 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഡിവിഷനുകളെ നെയിമിങ് ചെയ്യുക. ഉള്ളിൽ കിട്ടിയിരിക്കുന്ന സർക്കിളിൻ്റെ ആ പോയിന്റുകൾക്ക് 1 കറസ്പോണ്ടിങ് ആയിട്ട് 1 കറസ്പോണ്ടിങ് ആയിട്ട് 1', 2', 3', 4' എന്നൊക്കെ പറഞ്ഞിട്ട് നെയിമിങ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ 3, 9 എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ സ്കെയിൽ വെക്കുകയോ സെറ്റ് സ്ക്വയറിൻ്റെ സ്കെയിൽ വെച്ചിട്ട് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഈ 1ഉം
11 ആണ് പാരലായിട്ട് വരുന്നത്. അത് നേരെ നീട്ടി വരച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ 2ഉം 10ഉം പാരലായിട്ട് വരുന്ന പോയിന്റുകളാണ്. അതും നീട്ടി വരച്ചു. അടുത്തതെന്ന് പറയുന്നത് 4ഉം 8ഉം ആണ് പാരലായിട്ട് വരുന്നത്. അതും നീട്ടി വരച്ചു. ദെൻ 5ഉം 6ഉം ആണ് പാരലായിട്ട് വരുന്നത്. അത് നീട്ടി ഇതേപോലെ വരച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇവിടെയുള്ള 12 6ന് പാരലായിട്ട് സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് പോയിന്റ് എന്താണ്? ഈ 2ഉം 2' 4' ആണ് പാരലായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അതിന് ഇതേപോലെ ചേർത്ത് വരയ്ക്കുന്ന സമയത്ത് ഈ 2 പോയിന്റുകളും ഈ 2 വരച്ചേക്കുന്ന ലൈനുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ പോയിന്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇത് ഒന്നാമത്തെ പോയിന്റ്, ഇതാണ് ആ പോയിന്റ്. അതേപോലെ തന്നെ ഇവിടെയുള്ള 1' 5' ആണ് ഒരു ഈ 12 6ന് പാരലായിട്ട് വരുന്നത്. അതും നീട്ടി വരച്ചു. മീറ്റ് ചെയ്യുന്ന പോയിന്റ് അടുത്ത പോയിന്റ് ആണ്. ഇങ്ങനെ എല്ലാ പോയിന്റുകളും കിട്ടിയിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് ഫൈനലി നമ്മൾ ആ കിട്ടിയിരിക്കുന്ന പോയിന്റുകളെ കണക്ട് ചെയ്ത് ചേർത്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എലിപ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ഫൈനലി ഇതിൻ്റെ നമ്മൾ തന്നിട്ടുള്ള ഡയമെൻഷൻ കൂടി ചെയ്താൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ സംശയമായിട്ട് ചോദിക്കുക. അടുത്ത ക്ലാസ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.